ഇപ്പോഴൊരു വാർത്ത വരുന്നു. പ്രകാശ് ജാവദേക്കറിൻ്റെ വാർത്തയാണ്. കേരളത്തിലെ BJP-യുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന പ്രകാശ് ജാവദേക്കർ പറയുന്നു, മുൻ വാർത്താവിതരണ മന്ത്രി കൂടി അദ്ദേഹം പറയുന്നു, BJP-യിൽ നിന്ന് ആരും രാജിവെക്കുന്നില്ല, ഇതൊക്കെ LDF-ഉം UDF-ഉം സ്പ്രെഡ് ചെയ്യുന്ന നുണപ്രചാരണങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. കെ സുരേന്ദ്രൻ രാജി വിവാദമായതിന് പിന്നാലെയാണ് പ്രകാശ് ജാവദേക്കറുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്തായാലും കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. എസ് വിജയകുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. വിജയകുമാർ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണോ എന്നറിയില്ല. കൂടുതൽ വിവരങ്ങൾ, ജാവദേക്കറിൻ്റെ പ്രസ്താവനയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചോ നമുക്ക്? എസ് ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എന്ന മട്ടിൽ തന്നെയാണ്. അതായത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറഞ്ഞ പ്രയോഗം പൂർണ്ണമായും ഇവിടെ ശരിയാകുകയാണ്. സുരേന്ദ്രൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. സുരേന്ദ്രൻ നടത്തിയ നീക്കം ഇവിടെ ആ നിലയിൽ ഫലം കാണുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കാരണം അദ്ദേഹം രാജ്യസന്നദ്ധത നേരത്തെ തന്നെ അറിയിക്കുന്നു. രാജി ആവശ്യം അദ്ദേഹത്തിന്റെ എതിർചേരി ഉയർത്തുന്നതിന് മുൻപ് തന്നെ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തോട് രാജ്യസന്നദ്ധത അറിയിക്കുന്നു. കേന്ദ്ര നേതൃത്വം രാജിവെക്കേണ്ടതില്ല, താങ്കൾ തുടരൂ എന്ന് പറയുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സുരേന്ദ്രൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. BJP-യിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ JP നദ്ദ മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെയുള്ള ഘടകങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ നടക്കും. അതിൻ്റെ ആലോചനാ യോഗം നാളെ കൊച്ചിയിൽ അതിൻ്റെ നേതൃയോഗം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതും അതിൻ്റെ ഭാഗമായി വരും. അപ്പോൾ BJP-യിൽ പുതിയ പ്രസിഡന്റുമാർ സംസ്ഥാന ഘടകങ്ങളിലും ദേശീയ തലത്തിലും ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രോസസ്സ് നടക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു പ്രസിഡന്റ് ആ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. അത് സുരേന്ദ്രൻ മാറി പുതിയ ആൾ വരുമോ എന്നത് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ടതില്ല, കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്നത് കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ നിലപാടാണ് എന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായ ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ അത് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അതിൽ എതിർവിഭാഗം എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ട് കാര്യമില്ല എന്നതുകൂടിയാണ്. സാധാരണഗതിയിൽ ഇത്തരമൊരു രാജി വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ വന്നാൽ, അത്തരം വാർത്തകളൊക്കെ വന്നാൽ പ്രകാശ് ജാവദേക്കർ ഒന്നും ഇങ്ങനെ പ്രതികരിക്കാറില്ല. ഇത് അദ്ദേഹം ഈ രാജ്യസന്നദ്ധത കെ സുരേന്ദ്രൻ അറിയിച്ചു എന്ന വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് കെ സുരേന്ദ്രൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് പാർട്ടിക്കകത്തുണ്ടാകുന്ന എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ഒരു മുഴം മുമ്പേ സുരേന്ദ്രൻ അതിൽ ഒരു നീട്ടി എറിഞ്ഞിരിക്കുകയാണ്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഒരു പ്രതിരോധം ഏറ്റവും നല്ല ആക്രമണമാണ് എന്ന രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് കെ സുരേന്ദ്രൻ ഇവിടെ നടപ്പാക്കുന്നത്. അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചു എന്നത് വാർത്തയും, എന്നാൽ ആരും വെക്കേണ്ടതില്ല, അങ്ങനെ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് പ്രകാശ് ജാവദേക്കർ, കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു വിജയകുമാർ.